Okay, good afternoon, Binoy Jogimol. Good afternoon, sir. Yes, good afternoon. Okay, Roshni. Susmita, good afternoon. Okay, Surya, good afternoon. Okay, Arabichello, let us start. Okay, okay, Surya. അപ്പോൾ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് രണ്ട് ടെൻസുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, അടുത്തത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. യെസ്, അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി എഴുതണം എന്ന് നമ്മൾ പറഞ്ഞു. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി എഴുതണം എന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ ഒരു ടെൻസാണ്. ആ ടെൻസിലാണ് സംഗതി ചോദ്യങ്ങൾ വരുന്നത് എങ്കിൽ, റിപ്പോർട്ട് സ്പീച്ച് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അങ്ങോട്ട് മാറ്റി എഴുതാനായിട്ട് സാധിക്കുക? സൂര്യ, ഓക്കെ, ഞാനൊരു സിറ്റുവേഷൻ പറയുന്നു. അപ്പൊ സൂര്യയുടെ അച്ഛൻ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് സൂര്യയോട് പറയണം, I will come at 5 o'clock in the evening. I will come at 5 o'clock in the evening എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് 5 മണിയാകുമ്പോൾ വരാം, അല്ലെങ്കിൽ സാധാരണ കുറച്ച് വൈകിയാണ് വരുന്നത്, 5 മണിക്ക് വരാം. വേറെ എവിടെയെങ്കിലും പോകാനുള്ള പ്ലാൻ ചെയ്തെന്ന് വിചാരിക്കും. I will come at 5 o'clock in the evening എന്ന് പറയും. അച്ഛൻ പോയതിനു ശേഷം സൂര്യ ഈ കാര്യം അമ്മയോട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? Father said that he will come. സൂര്യക്ക് എന്താണ് തോന്നുന്നത് പോലെ പറഞ്ഞോ, നമുക്ക് ശരിയാക്കാം, കുഴപ്പമില്ല. He will come at 5 o'clock in the evening, അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സുസ്മിത, എങ്ങനെ പറയും? സുസ്മിതയോടാണ് ഭർത്താവോ അച്ഛനോ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ആ വിവരം പറയുമ്പോൾ എങ്ങനെ പറയും? ചോദ്യം ഒന്നുകൂടി പറയാം സർ.
ജോലിക്ക് പോകാൻ നേരത്തെ അച്ഛൻ പറയുന്നു ഐ വിൽ കം അറ്റ് 5 o'clock in the evening. ഞാൻ വൈകുന്നേരം 5 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അത് അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം വീട്ടിലുള്ള അമ്മയോട് പറയുമ്പോൾ എങ്ങനെ പറയും? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 5 മണിയാകുമ്പോൾ വരാമെന്ന് എന്നുള്ളത് എങ്ങനെ പറയും? Father said that he came in 5 o'clock. He came at 5 o'clock. At 5 o'clock. ഓക്കെ. സൂര്യ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. റോഷ്നി, ബിനോയ് എങ്ങനെ പറയും? My father came at 5 o'clock. My father came at 5 o'clock. My father came at 5 o'clock. അപ്പൊ ഏതാണ്ട് സുസ്മിത പറഞ്ഞ അതേ രീതിയിലാണ്. ഓക്കെ. റിൻസി പറയാമോ? യെസ്. ജോബി മോളെ പറയാമോ? യെസ്. ഓക്കെ. ജോബി. യെസ്. അപ്പൊ നമുക്ക് പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എല്ലാവരും പറഞ്ഞതിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കത് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Had ചേർക്കേണ്ടി വരും. അതാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ എങ്ങനെ വരും സുസ്മിതേ? My father had said that he come at 5 o'clock. He come at 5 o'clock. Okay. Yes. അനൂപ് പറയും കറക്റ്റ് ആയിട്ട്. അനൂപേ. സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അതായത് പറഞ്ഞത് കേട്ടോ? ഇല്ല സാർ, ഇപ്പൊ കേറിയേ ഉള്ളൂ. ഓക്കെ. സംഭവം ഇതാണ്. അനൂപ് എന്റെ അച്ഛൻ രാവിലെ ജോലിക്ക് പോയപ്പോ അനൂപിനോട് പറയുകയാണ് ഞാൻ 5 മണിയാകുമ്പോ വരാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പോയി. അച്ഛൻ പോയതിനു ശേഷം ഈ വിവരം അമ്മയോട് അനൂപ് പറയാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 5 മണിയാകുമ്പോ വരാമെന്ന്. എങ്ങനെ പറയും? അതൊന്നുകൂടെ അറിയാമോ സാറേ? അച്ഛൻ പോയതിനു ശേഷം അമ്മയോട് അനൂപ് ഈ വിവരം പറയുന്നു. അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അമ്മയോട് പറയാണ്. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ സാർ. ഒന്നുകൂടി പറഞ്ഞു. അനൂപ് tells his mother, my father came from 5 o'clock. Came from 5 o'clock. Okay. ഇനി അനൂപ് പറഞ്ഞു. ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ സാറേ. ചിന്തിക്ക്. ഓക്കെ. വെരി ഗുഡ്. മേഘക്ക് പറയാമോ? സാർ നോക്കാം. ഇപ്പൊ അനൂപ് എന്താണെങ്കിൽ അനൂപ് ടോൾഡ് ഹിസ് മദർ ഫാദർ ഹാസ് കെയിം. അതെല്ലാം പറഞ്ഞേക്കും. മേഘനോടാണ് മേഘയുടെ അച്ഛൻ പറഞ്ഞത്. അതെ. അപ്പം അമ്മയോട് പറയും. അമ്മയോട് പറയണേ ഫാദർ ടോൾഡ് മീ ടോൾഡ് ഹി കെയിം അറ്റ് ഈവനിങ് 5 o'clock. ഈവനിങ് 5 o'clock. ഓക്കെ. അപ്പൊ ഏതാണ്ട് നേരത്തെ സുസ്മിത പറഞ്ഞ അതേ രീതിയിലായി. ഷഹാന.
Sir. പറയാമോ? ഷഹാനയോടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് പോണത്. ഞാൻ 5 മണിക്ക് വരാം. ഇപ്പൊ കേറിയതുള്ള ഒന്നുകൂടെ ക്വസ്റ്റ്യൻ അറിയാമോ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ചോദ്യം ഇതാണ്, ഷഹാനയോട് ഷഹാനയുടെ പിതാവ് ജോലിക്ക് പോകുന്ന മുമ്പ് രാവിലെ പറയുകയാണ്, ഞാൻ 5 മണിക്ക് വരാം. അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം ഈ വിവരം ഷഹാനയുടെ അമ്മയോട് പറയുന്നു. അച്ഛൻ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. എങ്ങനെ പറയും? Mother, father is told he അമ്മയെ came. വിളിച്ചു, അമ്മയെ father പറഞ്ഞു. He came evening 5 o'clock. ഈ കെയിം ഈവനിങ് 5 o'clock. അപ്പൊ ഏതാണ്ട് മേഘ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇതും വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ട്? ഞാൻ പേര് പറയാത്ത ആർക്കെങ്കിലും? സാറേ ഇപ്പൊ കിട്ടി, ഞാൻ ശ്രമിച്ചു നോക്കാം. യെസ്, ഇപ്പൊ കിട്ടിയ വാർത്ത എന്ന് പറയാൻ പോലെ പറയുന്നതിന് മുമ്പ്. ഈ ഫാദറും മദറും നമുക്ക് അമ്മയാക്കാം, അല്ലാതെ മം ഡാഡ് അങ്ങനെ ചേർക്കാലോ. ഇഷ്ടമുള്ളത് ചേർന്നു. അനൂപിന്റെ ഇഷ്ടം, ഇതിനകത്ത് ഞാൻ ഇടപെടൂല. മം ഡാഡ് സെഡ് came to evening 5 o'clock. Dad, dad said he came at evening 5 o'clock. അതല്ലേ പറഞ്ഞേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഏതാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സൂര്യ പറഞ്ഞതിനോടൊക്കെ യോജിച്ചു വന്നത്. ഓക്കെ. ഇനി ആർക്കെങ്കിലും? പറയൂ. Mom does know that he will come 5 o'clock at evening. He will come at 5 o'clock at evening. He will come at 5 o'clock evening. Okay, 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 okay. സുസ്മിത അപ്പൊ ഒന്നൊരു മടിയുണ്ട്. ഫാദർ ഹാഡ് സെറ്റ് എന്നായിരിക്കും. ഓക്കെ, റെഡി. ഓക്കെ, ഇനി നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. ഓക്കെ, അച്ഛന വരുമ്പോഴേക്കും നമുക്ക് റെഡി ആയിട്ട് നിൽക്കണ്ടേ? അപ്പൊ ഞാൻ സെന്റൻസ് ഇവിടെ പറയുകയാണ്. രവി സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക, I will come at 5 o'clock. I will come at 5 o'clock in the evening. I will come at 5 o'clock in the evening. Inverted comma close here. Okay. കേട്ടോ. ഇനി നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരാം. ഓക്കെ, ഇപ്പോ അച്ഛന്റെ പേര് നമ്മൾ തൽക്കാലത്തേക്ക് രവി എന്നൊക്കെ എടുത്തു. രവി പറയുകയാണ്, രവി സെറ്റ് I will come at 5 o'clock in the evening. ഞാൻ വൈകിട്ട് 5 മണിക്ക് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കിനി അറിയേണ്ടത് ഈ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന സെന്റൻസിന്റെ ടെൻസ് എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന സെന്റൻസിന്റെ ടെൻസ് എന്താണെന്ന്? Future tense. ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ്? Simple future. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സൂര്യ കറക്റ്റ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, ഷഹാന കറക്റ്റ് ആണ്. എങ്ങനെ സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലായി? സബ്ജക്റ്റ്, ബിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണ് എന്ന് നമുക്ക് പിടികിട്ടി. അങ്ങനെ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ റിപ്പോർട്ടർ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ അതിനെ കണ്ടീഷണൽ ഫോമിൽ എഴുതണം. കണ്ടീഷണൽ ഫോം, പാസ്റ്റ് ടെൻസിലല്ല, കണ്ടീഷണൽ ഫോം. അപ്പൊ എന്താണ് കണ്ടീഷണൽ ഫോം എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. 4 വാക്കുകൾ ഓർത്തിരുന്നാൽ മതി. വിൽ എന്നാണെങ്കിൽ
അതിന്റെ കണ്ടീഷണൽ ഫോം വുഡ് എന്നാണ്. വുഡ്. ഷാൽ എന്നാണെങ്കിൽ അതിന്റെ കണ്ടീഷണൽ ഫോം ഷുഡ് എന്നാണ്. SHOULD. ക്യാൻ എന്നാണെങ്കിൽ അതിന്റെ കണ്ടീഷണൽ ഫോം ഫുഡ് എന്നാണ്. ഫുഡ്. മേ എന്നാണെങ്കിൽ അതിന്റെ കണ്ടീഷണൽ ഫോം മൈറ്റ് എന്നാണ്. ഈ നാലെണ്ണം ഓർത്തിരിക്കുക. ഒന്നില്ലെങ്കിൽ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരിക്കലും വരിക. അപ്പൊ അതിൻ്റെ അകത്ത് കണ്ടീഷണൽ ഫോം. വില്ലാണെങ്കിൽ വുഡ്, ഷാലാണെങ്കിൽ ഷുഡ്, മേ ആണെങ്കിൽ മൈറ്റ്, ക്യാൻ ആണെങ്കിൽ കുഡ്. ഓക്കെ. ഈ കണ്ടീഷണൽ ഫോം കഴിഞ്ഞാലും വെർബിന്റെ പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ. കണ്ടീഷണൽ ഫോം കഴിഞ്ഞാലും വെർബിന്റെ പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ. അപ്പോ നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സിമ്പിൾ ഫ്യൂച്ചർ ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. സിമ്പിൾ ഫ്യൂച്ചർ ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. എന്നിട്ട് ആ കണ്ടീഷണൽ ഫോം എന്താണെന്ന് ഒരു സൈഡിലൊന്ന് എഴുതി വെച്ചേക്കാം. ഷാല് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഷുഡ് ആവും. ഷാല് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഷുഡ്. ക്യാൻ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഫുഡ്. വിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് വുഡ്. മേ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് മൈറ്റ്. MIGHT മൈറ്റ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇനി പൂരിപ്പിക്കാം. നോക്കിയേ. രവി സെറ്റ് I will come at 5 o'clock in the evening. Ravi said that I എന്നുള്ളതാണ് രവി തന്നെയാവും. അപ്പൊ നമുക്ക് ഹി എന്ന് പറയാം. ഹി will എന്നുള്ളതാക്കാം വുഡ് എന്നാക്കാം. ഹി വുഡ് കം. ചേഞ്ച് ചെയ്യേണ്ട അത് തന്നെ. പ്രസന്റ് തന്നെ മതി. ഹി വുഡ് കം at 5 o'clock in the evening. ഇതാണ് കറക്റ്റ്. എന്റെ അകത്ത് സുസ്മിത പറഞ്ഞപ്പോ അത് വുഡ് ചേർത്ത് പറഞ്ഞു. പക്ഷേ ഏറ്റവും ആദ്യം ഒരു ഹാഡ് ചേർത്തപ്പോഴാണ് അവിടെ മിസ്റ്റേക്ക് വന്നത്. ആ ഹാഡ് ചേർക്കാതെ പറഞ്ഞിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഓക്കെ സുസ്മിത? യെസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഇതാണ്. രവി സെഡ് ദാറ്റ് ഹി വുഡ് കം അറ്റ് 5 o'clock ഇൻ ദി ഈവനിങ്. അപ്പൊ ഓർത്തിരിക്കുക, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ കണ്ടീഷണൽ ഫോമിൽ എഴുതുക. കണ്ടീഷണൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ല് വുഡ്, ഷാല് ഷുഡ്, മേ മൈറ്റ്, ക്യാൻ കുഡ്. പിടികിട്ടിയോ? എനി ഡൗട്ട്? ഓക്കെ. അപ്പൊ സൂര്യക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. വിനോദ് എല്ലാവർക്കും മനസ്സിലായി. വെരി വേഗം. ഓക്കെ ഓക്കെ. നമുക്ക് ഇതുപോലെ ഒന്നിട്ട് വാചകങ്ങൾ നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത രാജ്യത്തോട്ട് പോകാം. യെസ്. ചോദ്യം ഇതാണ്. ഷീ സെറ്റ്. ഷീ സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. I will wait, WAIT, wait for you. I will wait for you. Yes. ഇതൊക്കെ I will wait for you. അവള് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. സുസ്മിത ആ യുവിന് മിസ്റ്റേക്ക് പറ്റി. യു ഒന്ന് കറക്റ്റ് ചെയ്യും. നേരിട്ട് പറയുമ്പോൾ യു എന്ന് പറയും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് വരും. ചെറിയ ചേഞ്ചസ് വരും. ഓക്കെ. ഓക്കെ ജോബി മോൾ. ഓക്കെ സുസ്മിത. ഓക്കെ ഷഹാന. ഓക്കെ മേഘ. ഓക്കെ സൂര്യ. ശരിയാണ് ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ കറക്റ്റ് ആയി. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആയി. ഓക്കെ ബിനോയ്. അടുത്തത് നെക്സ്റ്റ്. അടുത്തത് ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ പിടികിട്ടിയല്ലോ. ഇനി ഞാൻ അടുത്തത്
നിങ്ങൾ എത്ര പേര് ആലോചിച്ച് ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വാചകം പറയും. ഏത് ടെൻസ് ആണ് സാർ? മറന്നു, ഇതേ ടെൻസ് ആണ് സാർ? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ ഓക്കെ. അപ്പൊ കണ്ടീഷൻ പോകും. അടുത്ത് ഞാനൊരു ആലോചിച്ച് നിങ്ങൾ ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സാധനം പറയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ നിങ്ങൾ എത്ര പേര് ആ പ്രായത്തിൽ ചിന്തിക്കുമെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് പറയാൻ സാധിക്കും. He said. ഇവിടെ കൊമേല് I will show you how the grinder, grinder worked, WORKED, worked. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. I will repeat the sentence. He said, I will show you how the grinder worked, WORKED. Okay. പറഞ്ഞോളൂ, എഴുതിക്കോളൂ. ബിനോയ്, ഞാൻ തന്ന ചോദ്യം തന്നെയാണ് തിരിച്ചു വന്നേക്കുന്നത്. ആൻസർ പറയട്ടെ. സുസ്മിത, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ജോബി മോൾ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. മേഘ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, സംഗതി ശരിയാണ്, എഴുതിയത്രയൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ചെറിയൊരു നോട്ട പക്ഷേ ഇത് പറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് നോക്കിയേ, ചെറിയൊരു ജാഗ്രത കുറവ് പറ്റിയിട്ടുണ്ട്. ചെറിയൊരു കയ്യബദ്ധം അത് പറ്റിയിട്ടുണ്ട്. ചെറിയൊരു കയ്യബദ്ധം ബിനോയ് അത് കിടപ്പുണ്ട്. ഓക്കെ, കയ്യബദ്ധം കണ്ട? ഓ, അവിടെയല്ലേ ബിനോയ്, അതൊക്കെ കറക്റ്റ് ആയിരുന്നു, ആവശ്യമൊക്കെ കറക്റ്റ് ആയിരുന്നു. ഒരു ചെറിയ കയ്യബദ്ധം റോഷ്നി അതിനകത്ത് കിടപ്പുണ്ട്, ഒരു നോട്ടപ്പിശ അതിനകത്ത് കിടപ്പുണ്ട്. പകുതി ശരിയാണ്. അതിനുമ്പേ ചെറിയൊരു വിഷ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ? ഓക്കെ, സിമ്പിൾ ആണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചപ്പോ അതിന് മെയിൻ കാര്യം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ഇതിന്റെ അകത്ത് 2 ടെൻസ് കിടപ്പുണ്ടായിരുന്നു. 2 ടെൻസ് കിടപ്പ്. അങ്ങനൊന്നും വിഷമിക്കേണ്ട ബിനോയ്. 2 ടെൻസ് കിടപ്പുണ്ടായിരുന്നു. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോയത്. ഓക്കെ, ഐ വിൽ ഷോ യു, അത് സിമ്പിൾ ഫ്യൂച്ചറിലാണ്. അടുത്ത സെന്റൻസ് ആണ് ഹൗ ദ ഗ്രൈൻഡർ വർക്ക്, അത് സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പൊ ഈ സെന്റൻസിന് 2 ടെൻസ് ഉണ്ടായിരുന്നു. അപ്പൊ സിമ്പിൾ പ്രസന്റിൽ വരുന്നതിനെ കണ്ടീഷണൽ ഫോമിലേക്കും സിമ്പിൾ പാസ്റ്റിലുള്ളതിനെ പാസ്റ്റ് പെർഫെക്റ്റോട്ടും മാറ്റിയതാണ് വരുന്നത്. എല്ലാവരും ഒരെണ്ണമേ മാറ്റിയുള്ളൂ, ഒരെണ്ണം മാറ്റിയില്ല. അതാണ് ഞാൻ മാറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം പറയായിരുന്നത്. ഇനി നിങ്ങൾ കറക്റ്റ് ചെയ്ത്
യെസ്. അപ്പൊ എന്ത് വരും? He said that he would show me how the grinder had worked. Okay, next sentence. They said. They said. We will conduct CONDUCT, conduct an examination, EXAMINATION, examination for failed, FAILED, failed students, STUDENTS, students. ഒന്നുകൂടി പറയാം. They said, we will conduct an examination for failed students. തോറ്റ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. ഓക്കെ സുസ്മിത, കറക്റ്റ്. ഓക്കെ സൂര്യ, കറക്റ്റ്. ഓക്കെ ജോബി മോൾ, കറക്റ്റ്. ഓക്കെ ബിനോയ്, കറക്റ്റ്. ഓക്കെ മേഘ, കറക്റ്റ്. ഓക്കെ ഷഹാന, കറക്റ്റ്. അനൂപിന്റെ കൂടെ വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. ഓക്കെ 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 അനൂപ, കറക്റ്റ്. യെസ്. അപ്പൊ അടുത്ത പറയാം. He said, you will come to my office. You will come to my office. On time. On time. TIME, time. In Vedagama close here. I will repeat. He said, you will come to my office on time. On time, സമയം. Correct സമയം. Okay. 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 ഷഹാന, അതിൻ്റെ അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. യു എന്നുള്ളതിന്റെ എഴുതിയിരിക്കുന്നതിന് ചെറിയ മിസ്റ്റേക്ക്. യു എന്ന് പറയുമ്പോൾ നേരിട്ട് പറയല്ലേ? ഓക്കെ സുസ്മിത.
ബിനോയ് അതിന്റെ ഓക്കെ 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 ഓക്കെ. ആ മീ എന്നുള്ളത് ബിനോയ് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുനിന്നാണ് നമ്മൾ എടുക്കുന്നത്. പുറത്തുനിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ ആൻസർ ഞാൻ വായിക്കാം. 12 പേര് കറക്ഷനുകൾ കറക്റ്റ് ചെയ്തോളൂ. യു വിൽ കം ടു മൈ ഓഫീസ് ഓൺ ടൈം. നിങ്ങൾ എന്റെ ഓഫീസിലേക്ക് കറക്റ്റ് സമയത്ത് വരും എന്ന് അവൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുമ്പോ അവൻ പറഞ്ഞു ഞാൻ അവന്റെ ഓഫീസിലേക്ക് കൃത്യമായിട്ട് ചെല്ലുമെന്ന്. അപ്പൊ എന്ത് വരും? he said that I would come to his office on time. ചില ആളുകൾ ഹി എന്ന് പറഞ്ഞ പോലെ ഷീ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ കെയർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. യെസ്, നെക്സ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ആലോചിക്കേണ്ടതാണ്. ഹി സെഡ്, SAID സെഡ്. ഇനി ഇവിടെ കോമന്റ് എഴുതുക. യു ഷുഡ് റിമെമ്പർ, REMBER, റിമെമ്പർ വാട്ട് ഐ സേ. യു ഷുഡ് റിമെമ്പർ വാട്ട് ഐ സേ. ഇവിടെ കോമ ക്ലോസ് ചെയ്യാം. ഓക്കെ, അവിടെ നോക്കി. ഹി സെഡ്, അവൻ പറയുന്നു യു ഷുഡ് റിമെമ്പർ, നീ ഓർമ്മിക്കണം. വാട്ട് ഐ സേ, ഞാൻ എന്താണോ പറയുന്നത് അത് നീ ഓർമ്മിക്കണം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ഷാൽ ആണെങ്കിൽ ഷുഡിലോട്ട് മാറും. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഷുഡിലാണ്. ഷുഡിലാണെങ്കിലോ പിന്നെ മാറ്റണ്ട, ഷുഡിൽ തന്നെ വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. ഷുഡിലാണ് വരുമ്പോൾ വീണ്ടും ഷാലിലോട്ട് പോകണമെന്ന് വിചാരിക്കും. വേണ്ട, ഷുഡാണെങ്കിൽ ഷുഡിൽ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, എഴുതിക്കോളൂ. ബിനോയ്, ബില്ല് എവിടെ നിന്ന് കയറി വന്നു? ബില്ല് വരൂല. റിപ്പോർട്ട് സ്പീച്ചിൽ അതിലേക്ക് കണ്ടീഷണൽ ഫോമേ വരും. ഇവിടെ തന്നിരിക്കുന്നത് കണ്ടീഷണൽ ഫോമാണ്. അപ്പൊ പിന്നെ അത് മാറ്റേണ്ട, അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. മേഘ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സൂര്യ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഷഹാന, കറക്റ്റ്, വെരി ഗുഡ്. യോബി മോളെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ബിനോയ്, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ സൂര്യ. ഓക്കെ യോബി മോൾ. ഓക്കെ, നമുക്കൊരു വിഷയത്തിലോട്ട് വരാം. ഓക്കെ സുസ്മിത, ലാസ്റ്റ് ആയിരുന്നു ബിനോയ് തെറ്റ് പറ്റിയത്. ഓക്കെ അനൂപ, കറക്റ്റ്. ഓക്കെ, ഹീ സെഡ്, അവൻ പറയുകയാണ്
യു ഷുഡ് റിമെമ്പർ, നീ ഓർമ്മിക്കണം. ഓക്കെ, ബിനോയ് കറക്റ്റ്. യു ഷുഡ് റിമെമ്പർ, അത്രയും വരെ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹി സെഡ് ദാറ്റ് ഐ ഷുഡ് റിമെമ്പർ. അത്ര കറക്റ്റ് ആണല്ലോ. ഇനി നോക്കി, വാട്ട് ഐ സേ. ഐ സബ്ജക്റ്റ്, സേ വെർബാണ്, സബ്ജക്റ്റും വെർബും. അപ്പോ സേ എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണത്. സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് പറയും? വാട്ട് ഹി സെഡ്. വാട്ട് ഹി സെഡ്. അപ്പൊ ഷഹാനയാണ് തെറ്റില്ലാണ്ട് ആദ്യം എഴുതി കാണിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, നിങ്ങൾ എപ്പോഴും ഒന്നിലധികം ടെൻസ് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചേക്കണേ. അടുത്ത സെന്റൻസ്, മൈ ഫാദർ സെറ്റ്. മൈ ഫാദർ സെറ്റ്. മൈ ഫാദർ സെറ്റ്. ഇനി ഇവിടെ കോമ്പേ, ഐ വിൽ ഗെറ്റ് യു. I will get you a watch, W-A-T-C-H, watch, if you get the first rank. If you get the first rank, R-A-N-K, rank. Okay, now I will repeat the question. My father said, I will get you a watch if you get first rank. Okay, I will get you a watch. ഞാൻ നിനക്കൊരു വാച്ച് വാങ്ങി തരും. If you get first rank, നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുകയാണെങ്കിൽ. ഓക്കെ, എഴുതിക്കോളൂ. Binoy, it's a correct answer. Very good. Okay, that's correct. Okay, Joby Boy, very good. ഇപ്പൊ നിങ്ങളത് പഠിച്ചു, മനസ്സിലാക്കി. Okay, Surya, correct. Very good. Okay, Shahana, correct. Okay, Megha, correct. Yes, your answer was correct. കൃത്യമായിരുന്നു ആൻസർ. ഞാൻ ഒരു ചോദ്യം കൂടി ആ മോഡൽ പറയുകയാണ്. ചോദ്യം ഇതാണ്. വെരി ഗുഡ് അനൂപ്, കറക്റ്റ്. യെസ്. അപ്പൊ ഇതിനകത്ത് ചെറിയൊരു മാറ്റം നമുക്ക് വരുത്താവുന്നത്, എല്ലാവരും സെറ്റ് എന്ന് പറഞ്ഞ് എഴുതി. സെറ്റിനേക്കാൾ നല്ലൊരു വാക്ക് സിറ്റുവേഷൻ ഉള്ളതെന്ന് നോക്കാം. നോക്കിയേ, അച്ഛൻ പറയാണ് ഞാൻ നിനക്കൊരു വാച്ച് വാങ്ങിത്തരാം നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ. അപ്പൊ അച്ഛൻ കൊടുക്കുന്ന ഒരു ഓഫർ അല്ല അത്, ഓഫർ. അപ്പൊ നമുക്ക് ആ സെറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം? മൈ ഫാദർ ഓഫേർഡ്, OFFERED, ഓഫേർഡ്. ആ സെറ്റിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഓഫേർഡ്. ഒരു ഓഫർ കൊടുക്കുകയല്ല അച്ഛൻ, അപ്പൊ ഓഫേർഡ് എന്ന് എഴുതാം സെറ്റിന് പകരം. ഇനി അതുമല്ല എങ്കിൽ അവിടെ ചേർക്കാവുന്ന വേറൊരു വാക്കും കൂടി ഉണ്ട്. അച്ഛൻ മകന് കൊടുക്കുന്ന ഒരു പ്രോമിസ് അല്ലേ, നീ ജയിച്ചാല് ഫസ്റ്റ് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ വാച്ച് വാങ്ങിത്തരാമെന്ന് അച്ഛനും മകന് കൊടുക്കുന്ന ഒരു പ്രോമിസ് അല്ലേ. നമുക്കത് അങ്ങനെയും പറയാം. മൈ ഫാദർ പ്രോമിസ്ഡ് ദാറ്റ്. കണ്ട, പ്രോമിസ്ഡ് ആ സെറ്റിന്നുള്ളത് മാറ്റിയിട്ട് ഒന്നില്ലെങ്കിൽ ഓഫേർഡ് നോക്കാം,
അതുമല്ലാന്നുണ്ടെങ്കിൽ പ്രോമിസ് എന്നൊക്കെ. അപ്പൊ സിറ്റുവേഷൻ നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഉപദേശം പോലെയാണ് പറയുന്നത് എങ്കിൽ അഡ്വൈസ്ഡ് എന്ന് എഴുതിയേക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The principal said. The principal said. ഇനി ഇൻവെർട്ടഡ് കോമയില് മോഹൻ കോമ if you misbehave, misbehave, misbehave again, misbehave again, comma, you will be expelled, expelled, expelled from the college, college, college. College. You want to come close here. I will repeat the question. The principal said, Mohan, if you misbehave again, നിങ്ങൾ ഇനിയും മോശമായിട്ട് പെരുമാറിയാൽ you will be expelled, നിങ്ങളെ പുറത്താക്കിയിരിക്കും. From the college, കോളേജിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയിരിക്കും. ഓക്കെ, ഓക്കെ ബിനോയ്. ഓക്കെ ജോബി മോൾ. ആ മിസ്ബിഹേവില് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് സൂര്യ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് സൂര്യ. യെസ്, അനൂപിന്റെ വന്നില്ലല്ലോ. ഓക്കെ സുസ്മിത. സുസ്മിത, ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ്. ഷഹാന, കൊള്ളാം. ഓക്കെ, മെഹ കറക്റ്റ്. യെസ്, അപ്പൊ ഞാൻ ആൻസർ പറയാം. നോക്കിയേ, ദ പ്രിൻസിപ്പൽ സെഡ്, പ്രിൻസിപ്പൽ പറയാണ്, മോഹൻ, ഇഫ് യു മിസ്ബിഹേവ് അഗെയിൻ, നീ ഇനിയും മോശമായിട്ട് പെരുമാറിയ, യു വിൽ ബി എക്സ്പെൽഡ് ഫ്രം ദ കോളേജ്, നിന്നെ കോളേജിൽ പുറത്താക്കും. അത് ഒരു വാഗ്ദാനം കൊടുക്കണല്ലോ, എന്ത് ചെയ്യണം, ഒരു വാണിംഗ് അല്ല കൊടുക്കണം.
അല്ലെ? നീ മോശമായിട്ട് പിന്നെ പുറത്താക്കോട്ടെ ഒരു വാണിംഗ് ആണത്. അപ്പൊ നമുക്ക് എന്തറിയാം? അപ്പൊ നേരത്തെ നമ്മൾ അതിനു മുമ്പത്തെ സെന്റൻസിൽ നമ്മൾ അഡ്വൈസ്ഡ് അല്ലെങ്കിൽ പ്രോമിസ്ഡ് ഓർ പ്രോമിസ്ഡ് ഓർ ഓഫേർഡ് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഇവിടെ വാണിംഗ് കൊടുക്കുന്നതിന്റെ പേരിൽ നമുക്ക് അങ്ങനെ എഴുതാം. പ്രിൻസിപ്പൽ വാണ്ട്, WARND, വാണ്ട് മോഹൻ. പ്രിൻസിപ്പല് മോഹനെ വാണിംഗ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ കാര്യമാണ് ഇഫ് യു മിസ്ബിഹേവ്. സബ്ജക്റ്റ് യു, മിസ്ബിഹേവ് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ സബ്ജക്റ്റ് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് വന്നപ്പോ സിമ്പിൾ പ്രസന്റ് ആയി. അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. മിസ്ബിഹേവ്ഡ് എന്നാക്കി മാറ്റുക. യു വിൽ ബി എന്നുള്ളത് വില്ല് വന്നപ്പോ ഫ്യൂച്ചറിന്റെ ആണ്. അപ്പൊ അതിനെ ഗുഡ് ആക്കുക. യു വുഡ് ബി എക്സ്പെൽഡ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ദ പ്രിൻസിപ്പൽ വാണ്ട് മോഹൻ that if he misbehaved again, he would be expelled from the college. അപ്പൊ സുസ്മിതയും ഷഹാനയും വാണ്ട് തന്നെ എഴുതിയത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അപ്പോ സിമ്പിൾ ഫ്യൂച്ചർ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി സിമ്പിൾ ഫ്യൂച്ചറാണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്കാണ് മാറ്റേണ്ടത് എന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇപ്പൊ നമ്മൾ 3 ടെൻസുകൾ പഠിച്ചു. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുന്നു, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്നു, ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റുന്നു. ഈ 3 മാറ്റങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഓക്കെ, വേറൊരു കാര്യം പറയാം. മേഘ, സർ. സൂര്യ. sir. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇന്നിപ്പോ രാവിലെ മുതല് ഇപ്പൊ ഏകദേശം ഒരു 2:18 ആയിട്ടുണ്ട്. അപ്പോ ആ 2:18 വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ മേഘ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞതോ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ ഒരു 5 ചോദ്യം സൂര്യ മേഘയോട് ചോദിക്കുന്നു. വേണമെങ്കിൽ ചോദിക്കാം, എപ്പോൾ എഴുന്നേറ്റു, ഭക്ഷണം കഴിച്ചോ, എന്തായിരുന്നു ഭക്ഷണം, നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയോ, പേപ്പർ വായിച്ചോ. ഇഷ്ടമുള്ളൊരു 5 ചോദ്യം സൂര്യനോട് ചോദിച്ചേ. ഇന്ന് നടന്നിട്ടുള്ള സംഭവങ്ങളുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു 5 ചോദ്യങ്ങൾ ചോദിച്ചേ. ആദ്യം തന്നെ ചോദിക്കാം, എപ്പോ എഴുന്നേറ്റു എന്ന് ചോദിക്കാം. എപ്പോൾ എന്നുള്ള എന്താ വീട്? വെൻ. എഴുന്നേൽക്കുക എന്നുള്ളതിന് ഗെറ്റ്. ഓക്കെ, അല്ലെങ്കിൽ വേക്കപ്പ്, 2 വീടായാലും മതി. ഓക്കെ, ഞാനാണോ ചോദിക്കേണ്ടത്? ആ ചോദിച്ചു. മേഘ, when you wake up in the morning. ഇൻ ദ മോർണിംഗ്. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം പറയാം. ബിനോയ്, ആ ചോദ്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എന്തെങ്കിലും വാക്ക് വിട്ടുപോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്നതും കൂടി ചേർക്കേണ്ടതായിരുന്നു അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? വോക്കപ്പ് ചോദിക്കണമായിരുന്നു അല്ലെ? സുസ്മിത പറയുന്നത് വേക്കപ്പ് പറ്റില്ല, വോക്കപ്പ് എന്നാണ് ചോദിക്കേണ്ടത് പറയുന്നത്. ഓക്കെ ഓക്കെ. കാരണം വേക്കപ്പ് എന്ന് എഴുന്നേൽക്കുക എന്നാണ്, വോക്കപ്പ് എന്ന് എഴുന്നേറ്റു എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. ഓക്കെ ഓക്കെ. ഓക്കെ, അത് ഓക്കെ, അതാണ് ഇപ്പൊ വേണ്ടത്. ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് വോക്കപ്പ് നമുക്ക് ഉപയോഗിക്കാം. സുസ്മിത, ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും അതിനൊരു പവർ കിട്ടാൻ, ഒരു എംഫസൈസ്, ഊന്നൽ കൊടുക്കാൻ. ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ചോദ്യം കേൾക്കുന്ന ആൾക്ക് ഉത്തരം പറയാൻ തോന്നണം. അപ്പൊ അതിനൊരു പവർ വേണ്ടേ? അപ്പൊ അതിനകത്ത് ഡു, ഡിഡ്, ഡസ്, ഈ 3 വാക്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. ഡു,
ഡസ് ഡിഡ്. അപ്പൊ ഒരു പവർ എപ്പോൾ എഴുന്നേറ്റു. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞു പോയ സംഭവം. അപ്പൊ ഡിഡ് ഉപയോഗിച്ചാൽ മതി. ഡിഡ് എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂര്യ ഒന്ന് കറക്റ്റ് ചെയ്തത് എപ്പോൾ എഴുന്നേറ്റ് എന്നുള്ളത്. വെൻ Megha, when did you wake up in the morning? വെൻ ഡിഡ് യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. വെരി ഗുഡ്. ഇപ്പൊ കറക്റ്റ് ആയി കണ്ട. വെൻ ഡിഡ് യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. വോക്കപ്പ് എന്നുള്ളതിന് പകരം ഡിഡ് ഉണ്ടെങ്കിൽ വേക്കപ്പ് മതി. ആരാണത് പറഞ്ഞത്? ഞാനാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ചോദ്യം ചോദിച്ചു വെൻ ഡിഡ് യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. മേഘ എന്റെ ആൻസർ പറഞ്ഞു. ഐ വേക്കപ്പ് വോക്കപ്പാണ് വരാ. വെരി ഗുഡ്. അതാണ്. വെരി ഗുഡ് വെരി ഗുഡ്. എഴുന്നേറ്റ് കഴിഞ്ഞില്ലേ, പാസൻസ് ആയില്ലേ, ഇനി കറക്റ്റിലോട്ട് വരും. ഐ വോക്ക് അപ്പ്. വെരി ഗുഡ് ഐ വെരി ഗുഡ്. വോക്ക് അപ്പ് 5 o'clock in the morning. സൂര്യ അപ്പോൾ അടുത്ത ചോദ്യം ആലോചിച്ച് വെച്ചോട്ടെ. ഐ വോക്ക് അപ്പ് സമയം പറയുമ്പോൾ എപ്പോഴും ഒരു അറ്റ് കൂടി ചേർത്ത്, അറ്റ് 5 o'clock. സമയത്തിന്റെ കൂടെ എപ്പോഴും അറ്റ് കൂടി വരും. ഐ വോക്ക് അപ്പ് at 5 o'clock in the morning. It's a very good answer. Okay, okay, okay. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു സൂര്യ. Did you have breakfast? റിൻസി, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും അപാകത തോന്നിയോ? ചോദ്യം ഏതായിരുന്നു സൂര്യ? ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? സുസ്മിത, had your breakfast. Okay. Yes. ഇനി ആരെങ്കിലും? ഓക്കെ, അപ്പോ സുസ്മിത അത് ചോദിക്കുമ്പോൾ നമുക്ക് ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചോദിക്കാം. ആ രീതിയിൽ ചോദിക്കുമ്പോൾ കറക്റ്റ് ആണ്. ഇപ്പോൾ ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് തെറ്റ് പറയണ്ട, കാരണം ഹാസ് ഹാവും പ്രസന്റ് ടെൻസ് ആണ്. അതിന് മുന്നിലാണ് ഡിഡ് ഇത് ചേർന്നത്. അപ്പൊ ഹാഡ് എന്ന് പറയുന്ന അർത്ഥമാണ് ഡിഡ് പ്ലസ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ചോദ്യത്തിൽ തെറ്റില്ല സൂര്യ. ഓക്കെ, ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോ മേഘ പറയൂ, ആൻസർ പറയൂ. യെസ്. യെസ്. സെന്റൻസ് കൂടെ ആഡ് ചെയ്ത് അവിടെ എന്താണ് അറിയാൻ വേണ്ടിയിരുന്നത്? ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ. ഹാവ് കഴിഞ്ഞ് കഴിഞ്ഞാലും മേഡ് പറയാം. ശരിയാണ്. യെസ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിന്റെ ക്വസ്റ്റ്യൻ മോഡലായിരുന്നു. സൂര്യ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കും. Do you have tea? സൂര്യ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? മലയാളത്തിൽ ചായ കുടിക്കാറുണ്ടോന്ന് ഉദ്ദേശിച്ചത്. ചായ കുടിക്കാറുണ്ടോ എന്നാണെങ്കിൽ കറക്റ്റ് ആണ്. ചായ കുടിച്ചോ എന്നാണെങ്കിലാണ് മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ 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 ഓക്കെ. യെസ് ഐ ഹാവ്. യെസ് ഐ ഹാവ്. യെസ് ഐ ഹാവ് വെച്ചോ. അല്ല, ഡു യു ഡ്രിങ്ക് ടീ എന്നല്ലേ ചോദിച്ചത്? നിങ്ങൾ ചായ കുടിക്കാറുണ്ട്? യെസ്, ഞാൻ ചായ കുടിക്കാറുണ്ട്. ഐ ഡ്രിങ്ക് ടീ. യെസ്, ഐ ഡ്രിങ്ക് ടീ. നേരെ മറിച്ച് സൂര്യ ചോദിച്ചപ്പോൾ ഡിഡ് യു ഡ്രിങ്ക് ടീ എന്ന് കഴിഞ്ഞാൽ നീ ചായ കുടിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ യെസ് ഐ ഡ്രാങ്ക് ടീ എന്ന് പറയേണ്ടി വരും. ഓക്കെ ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യവും കുഴപ്പമില്ല. യെസ്. അടുത്ത ചോദ്യം ചോദിക്കും. നാലാമത്തെ ചോദ്യം ചോദിക്കും. ഒരു കോമൺ ആയ ചോദ്യം ചോദിച്ചോ. ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? ഏറ്റവും നല്ല കളർ, ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? അങ്ങനെയൊക്കെ എന്തെങ്കിലും കോമൺ ആയിട്ട് ചോദിച്ചോ. Which food you like most? Which food you like most? ഓക്കെ 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 ഓക്കെ. ഇഷ്ടപ്പെട്ടത് പറഞ്ഞു നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. മേഘ,
മേഖല അന്വേഷിച്ച് പോകണ്ട. അയ്യോ എന്റെ ഇഷ്ടങ്ങളെ ഇപ്പൊ ഞാൻ നോക്കിപ്പോ അതൊന്നും നോക്കണ്ട, ഉത്തരം കിട്ടിയാൽ മതി. വിച്ച് ഫുഡ് എന്ന് ചോദിച്ചു, ഏത് ഫുഡാണ്. അപ്പൊ ഐ ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു. ഏത് ഫുഡാണ് ഫുഡിന്റെ പേര്? I like vegetarian. വെജിറ്റേറിയൻ ആണ് കൂടുതൽ താല്പര്യം. ഐ ലൈക്ക് വെജിറ്റേറിയൻ ഫുഡ് അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സൂര്യ, അടുത്ത ക്വസ്റ്റ്യൻ. Did you complete your revision for examination? Did you complete your Revision for examination. okay, okay, okay. Did you complete your revision for the examination? Very good. പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഇപ്പൊ എന്താ പറയാ, പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കംപ്ലീറ്റ് ആയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാകുമ്പോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, പറയാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡൂ എന്നാണ്. ഞാൻ ചെയ്യുകയാകുന്നു. ഐ ആം ഡൂയിങ്. എന്ത് ചെയ്യുകയാകുന്നു? റിവിഷൻ ചെയ്യുകയാണ്. അത് പറഞ്ഞു. I am doing revision for the examination. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് പറയാം? ഐ ആം കണ്ടിന്യൂയിങ്. ഐ ആം കണ്ടിന്യൂ, ഞാൻ തുടരുകയാണ്. ഐ ആം കണ്ടിന്യൂയിങ് ദ റിവിഷൻ. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യാണ്? റിവിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. ശരി, ഓക്കെ. അപ്പോ വളരെ മനോഹരമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത ഒരാളെ വിളിക്കാനായിട്ട് പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമായതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ. 2 മിനിറ്റ് കൂടി ഉള്ളു. അപ്പൊ ഓക്കെ, ബിനോയ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ബിനോയ് പോയാ? ഇല്ല സാർ. ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇതിന്റെ അവസാനിക്കാറായി അല്ലേ? നിങ്ങള് അപ്പൊ ഞാൻ പിരിയേണ്ടി വരുമല്ലോ. സാറ് കുഴപ്പമില്ലേ, എന്താ ലൈവില് വന്നാ മതി. യെസ്, 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 യെസ്. അതൊക്കെ വരാം, അത് പിടിക്കണ്ട. നിങ്ങളുടെ ബാച്ച് വലിയ കുഴപ്പമില്ലാത്ത, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. താങ്ക് യു സാർ. വളരെ നല്ല ബാച്ചായിരുന്നു. അതിനോടൊക്കെ കുറച്ച് അറിയണമെന്നുള്ള താല്പര്യമുള്ള കൂട്ടത്തിൽപ്പെട്ട കുട്ടികളായിരുന്നു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. എനിക്കോട്ട് സാർ വിഷമം, ഫ്രണ്ട്സിനെ എല്ലാം പിരിയണമെന്നുള്ള ഒരു വിഷമം. വേറെ ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. നിങ്ങൾ അതിന്റെ കുഴപ്പക്കാരൊന്നും ആയിരുന്നില്ല, വളരെ നല്ല പിള്ളേരായിരുന്നു. ഇതിനോടൊക്കെ താല്പര്യമുള്ള പിള്ളേരായിരുന്നു. ജോലിക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് സാറിനെ വിളിക്കാം. ജോലിയെ കിട്ടും, പഠിക്കണ്ട. കിട്ടും, ഡോണ്ട് വറി, കിട്ടും. അതൊക്കെ കിട്ടും, ഡോണ്ട് വറി. അതൊക്കെ കിട്ടി ഒരു വളരെ ഉയരങ്ങളിലൊക്കെ നിങ്ങൾ എത്തും. അതിനുള്ള കാലിബറൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, ഡോണ്ട് വറി. എല്ലാവർക്കും ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്. അതിട്ട് എന്താ പറയാ, ഓക്കെ, നോക്കട്ടെ ഷഹാന. അത് ഇവിടുത്തെ അവര് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വീക്ക് സാർ ഉണ്ടാവില്ലേ? നെക്സ്റ്റ് പീരീഡ് ടീച്ചർ ഉണ്ടാവും. അല്ല, നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്ക് ഞാനുണ്ട്, ഡോണ്ട് വറി. ഞാനിതൊരു 2 മിനിറ്റ് ഇവിടെ ബാലൻസ് വന്നപ്പോൾ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ സൂര്യ. ഡോണ്ട് വറി. നമുക്കൊരു ഫെയർവെൽ ഒക്കെ നടത്തി നമുക്ക് അടിപൊളിയായിട്ട് പിരിഞ്ഞാൽ പോരെ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 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 ഓക്കെ. യെസ്, ജോബി മോൻ. ലാസ്റ്റ് റോഷ്നി. ഉണ്ട്, റോഷ്നി ക്ലാസ് ഉണ്ട്, ടീച്ചറിന്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ടീച്ചർ വാതിക്ക് വന്ന് മുട്ടി. യെസ്, ഓക്കെ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, നെക്സ്റ്റ് ഡേ. എല്ലാവരോടും ഓക്കെ, ശരി. താങ്ക് യു സാർ.